പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യ മനസ്സുകളാണ് എവിടെയും. ലോകത്തിൽ പൊതുവെയും നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും അനേക കുടുംബങ്ങളിലും വ്യക്തികളിലും അസമാധാനം കളിയാടുന്നു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തോടുകൂടി ആരംഭിച്ച ഇസ്രായേൽ ഗാസ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം. 2 വർഷത്തിനിടെ ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ തുറന്നത് 7 പോർമുഖങ്ങളാണ്. പാലസ്തീനെതിരെ ഗാസയിലും, അധിനിവേശ വെസ്റ്റ് ബാങ്കിലും, ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനോനിലും, ഹൂതികൾക്കെതിരെ യമനിലും, സിറിയയിലും, ഇറാഖിലും, ഇറാനിലും. ജൂലൈയിൽ 12 ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ യുഎസും പങ്കുചേർന്നതോടെ സംഘർഷം ആഗോളതലത്തിലേക്കും വ്യാപിക്കുകയുണ്ടായി. 2 വർഷമായി തുടർന്ന ഈ യുദ്ധത്തിൽ ഫലസ്തീനിൽ മാത്രം 67,160 പേരും ഇസ്രായേലിൽ 1972 പേരും കൊല്ലപ്പെട്ടു. ഈ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൈവരുത്തുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 സമാധാന പദ്ധതി ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ച ഫലപ്രാപ്തിയിലെത്തുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും മനുഷ്യൻ നടത്തുന്ന സമാധാന ശ്രമങ്ങൾ ഒന്നും പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നത് വാസ്തവം. ഇവിടെയാണ് എഫേസ്യർ 2:14 മുതൽ 16 വരെയുള്ള വാക്യത്തിൻ്റെ പ്രസക്തി. ക്രിസ്തു നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി ദൈവത്തോട് നിരൂപിച്ചു. ഈ ലോക ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യോഹന്നാൻ 14:27. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. തെക്കേ അമേരിക്കയിലെ ചിലിയും അർജൻറ്റീനയും അയൽ രാജ്യങ്ങളാണ്. വർഷങ്ങളായി ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. 2 രാജ്യങ്ങളിലെയും പട്ടാളക്കാർ അതിർത്തിയിൽ വെടിവെക്കുന്നതിനിടയിൽ 1903 ക്രിസ്മസ് കടന്നു വന്നു. ഡിസംബർ 24 ഒരു ദിവസത്തേക്ക് അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ യുദ്ധം വേണ്ട എന്നവർ തീരുമാനിച്ചു. പ്രഭാതത്തിൽ ദേവാലയത്തിൽ മണിനാദം മുഴങ്ങി. സംഗീതത്തിൻ്റെ മാറ്റുല്യ അന്തരീക്ഷത്തിലുണ്ട്. ദൈവനിയോഗത്താൽ പടയാളികളുടെ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുത്തു. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന സ്വർഗീയ ഗാനം മുഴങ്ങി കേൾക്കുമ്പോൾ സഹോദരൻ സഹോദരൻ്റെ നേരെ എങ്ങനെ വെടിവെക്കും? ഈ യുദ്ധം എന്തിന്? ചില പട്ടാള ഉദ്യോഗസ്ഥർ ഒപ്പിശേഖരണം നടത്തി. 2 രാജ്യത്തെയും പട്ടാളക്കാർ ഞങ്ങൾക്ക് യുദ്ധം വേണ്ട എന്നെഴുതി ഒപ്പിട്ടു. ഇത് 2 ഗവൺമെൻറ്റുകളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അവസാനം 2 രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഒരുമിച്ചിരുന്ന് ചർച്ചകൾ നടത്തി. അയൽ രാജ്യങ്ങളായ ചിലിയും അർജൻറ്റീനയും തമ്മിലുള്ള എല്ലാ യുദ്ധങ്ങളും എന്നേക്കുമായി അവസാനിപ്പിക്കുന്നു എന്ന കരാർ എഴുതി ഒപ്പുവെച്ചു. അങ്ങനെ 1904 യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിച്ചു. അവർ അവരുടെ പീരങ്കികളും ബോംബും തോക്കും വെടിയുണ്ടയും ശേഖരിച്ച് ഉരുക്കി യേശുവിൻ്റെ 26 അടി ഉയരമുള്ള പ്രതിമയുണ്ടാക്കി. തോളിൽ കുരിശ് വഹിച്ചുകൊണ്ട് ഒരു കൈ ഉയർത്തി അനുഗ്രഹിക്കുന്ന മനോഹരമായ ഒരു ശില്പം. അവർ ആ ശില്പം ആൻഡീസ് പർവ്വതത്തിൻ്റെ മുകളിൽ 22 അടി ഉയരമുള്ളൊരു പീഠത്തിൽ സ്ഥാപിച്ചു. അവർ അതിലെഴുതി,
ഈ പർവ്വത നിരകൾ തൽസ്ഥാനത്ത് നീങ്ങിപ്പോകുമെന്നെങ്കിലല്ലാതെ ചിലിയും അർജന്റീനയും തമ്മിൽ ചെയ്ത ഉടമ്പടി ലംഘിക്കില്ല. യെശയ്യാവ് 2:4 ഇങ്ങനെ വായിക്കുന്നു: അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയും ഇല്ല. സമാധാനമില്ലാത്ത ഇടങ്ങളിൽ സമാധാനം നൽകുന്നവനാണ് യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം സമാധാനം നൽകാം എന്ന. വാതിലടച്ച് അതിനുള്ളിൽ ഭയപ്പെട്ട് ഇരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ കർത്താവ് നമ്മളുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴാ നമ്മിൽ സമാധാനം ഉടലെടുക്കുന്നത്. ബേഥാനിയിലെ മാർത്ത, മറിയ സഹോദരിമാർക്ക് മരിച്ചുപോയ സഹോദരൻ ലാസറിന് ജീവൻ നൽകി ആ കുടുംബത്തിന് സമാധാനം നൽകിയ കർത്താവ് അവൻ നമ്മുടെ ഭവനങ്ങളിലും പ്രവേശിക്കണം. അതിന് ലോകത്തിൻ്റെ പിന്നാലുള്ള ഓട്ടം നിർത്തി യേശുവിന് പിന്നാലെ ഓടുവാൻ തയ്യാറാകണം. അപ്പോൾ നമ്മിലും ഭവനത്തിലും ശാശ്വതമായ സമാധാനം കൈവരും. കർത്താവേ, നിന്നിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമാധാനം അനുഭവമാക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരേറ്റിടിലും, ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരേറ്റിടിലും, കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്, കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. ഹേ മരണമേ, നിൻ ജയമെവിടെ? പാതാളമേ, വിഷമുള്ളെവിടെ? ഹേ മരണമേ, നിൻ ജയമെവിടെ? പാതാളമേ, വിഷമുള്ള